റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33.23 കിലോമീറ്റർ ദൈർഘ്യമുള്ള തൃശ്ശൂർ കുറ്റിപ്പുറം സ്റ്റേറ്റ് ഹൈവേ വികസിപ്പിക്കുന്നതിന് 316,82 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് 2021 സെപ്റ്റംബർ 9 പ്രവൃത്തി സൈറ്റ് കൈമാറി. എന്നാൽ പദ്ധതി പൂർത്തീകരിക്കാനോ വർക്ക് ഷെഡ്യൂൾ അനുസരിച്ച് പുരോഗതി ഉണ്ടാക്കാനോ കരാറുകാർക്ക് സാധിച്ചില്ല. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടത്തി. 21% പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അവലോകന യോഗങ്ങൾ നടത്തിയെങ്കിലും പദ്ധതിക്ക് വേഗത നൽകാൻ കരാറുകാർ തയ്യാറായില്ല. ഒടുവിൽ 11/1/2024 PWD സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ 2024 ജനുവരി 31 പദ്ധതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ പദ്ധതി ടെർമിനേറ്റ് ചെയ്യുന്നതിന് തീരുമാനിച്ചു. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് തീരുമാനിച്ചു. ഇതിൻ്റെ തുടർച്ചയായി പദ്ധതിയിൽ നിന്നും കരാറുകാരെ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പ്രവൃത്തി പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായി പദ്ധതിയുടെ ബാലൻസ് പ്രവൃത്തികളുടെ വാല്യുവേഷൻ പുരോഗമിക്കുകയാണ്. പദ്ധതി റീടെൻഡർ ചെയ്യുന്നതിന് കൺസൾട്ടൻ്റ് സമർപ്പിച്ച പുതുക്കിയ DPRൻ്റെ ഗ്രൗണ്ട് ട്രൂത്തിങ് നടന്നു വരുന്നുണ്ട്. ഗ്രൗണ്ട് ട്രൂത്തിങ് പൂർത്തിയാക്കിയ ശേഷം അന്തിമ DPR RKയും KFWയും അംഗീകരിക്കണം. തുടർന്ന് പദ്ധതി റീടെൻഡർ ചെയ്യാനാകും. പദ്ധതി റീടെൻഡർ ചെയ്ത് പുതിയൊരു കരാറുകാരന് സൈറ്റ് കൈമാറുന്ന ഈ കാലയളവിൽ റോഡ് ട്രാഫിക്കബിളായി നിലനിർത്തണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി 29 ലക്ഷം രൂപയുടെ പ്രീ മൺസൂൺ പ്രവൃത്തികൾക്ക് 31/5/2024 ഭരണാനുമതി നൽകുകയും സാങ്കേതിക അനുമതി നൽകുകയും ചെയ്തു. ഈ ജൂൺ 6 പ്രവൃത്തികൾക്കായി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ടെൻഡർ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി 13/6/2024 അതായത് നാളെ. 15/6/2024 ടെൻഡർ തുറക്കേണ്ട ദിവസം. ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രവൃത്തി വേഗത്തിൽ നടത്തുവാനുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. CV ജോയ്. അതല്ല സാർ, ഇനിയുണ്ട്. വേറൊരു റോഡിൻ്റെ കാര്യം കൂടി ഇവിടെ പറഞ്ഞു. കൊടുങ്ങല്ലൂർ മുതൽ കുറുക്കഞ്ചേരി വരെയുള്ള 34.5 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ പദ്ധതി. പ്രവൃത്തി ആരംഭിച്ചെങ്കിലും 13.5 കിലോമീറ്റർ PQC ആണ് ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞത്. തിരക്കേറിയ പാതയിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ആവശ്യമായി വരുന്നെങ്കിലും സമയബന്ധിതമായത് ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായി എന്ന് KSTP റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ പാലക്കൽ സെൻറ്ററിൽ 250 മീറ്റർ നീളത്തിൽ PQC നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്.